പൂച്ച പോയിട്ട് വാങ്ങിച്ചില്ലടി. ആ ഒന്നും പറയണ്ട എന്റെ മാളാത്ത. ചക്കനെ പൂച്ച മാതിയിട്ട് കൊണ്ടുപോയി പൂച്ച കടിച്ച് ഇനി 4 സൂചി ഉണ്ട് അത്ര. അത് ഒരു നേരമല്ല, ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് അടിക്കണം. അങ്ങനെ ആയിട്ടേ പിന്നെ അങ്ങനെ ആയിട്ട് ഘട്ടം ഘട്ടമായിട്ട് അടിക്കണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, എത്ര പറഞ്ഞാലും കേൾക്കണ്ടേ. എന്താ ചെയ്യാ, ഓരോരുത്തരെ വിധി. ഇന്നിപ്പോ പണിക്കും പോകാൻ പറ്റിയിട്ടില്ല. ഈ ചെക്കനെ പോയിട്ട് പോയതാണ് ഞാനേ. അവനിപ്പോ എന്താ ചെയ്യാച്ച നിൽക്കുകയാണ് ഞാൻ. എല്ലായിടത്തും പൂച്ച. നിങ്ങൾ പൂച്ചിനെ വളർത്താൻ നിൽക്കണം, അല്ലെങ്കിലോ പൂച്ച കടിച്ചിട്ട്. ഞാൻ എന്ത് ചെയ്യാൻ, പറഞ്ഞാ കേൾക്കണ്ട ചെക്കന്. പൂച്ച ഇപ്പൊ കിട്ടാമോ കിട്ടിയില്ലേ, ഇനി പഠിച്ചോളൂ. കാരണം സൂചി അടിക്കുമ്പോ കുറെ ചീറിക്കണം. ഇമ്മാന്നിട്ട് ആരാണ് വരുന്നത്? ആ ചെക്കനാണ് വാവ വരുന്നത്. അത് വേറൊരു സൈസ്. വളർത്ത അങ്ങോട്ട് പറയാം. ചെക്കനാണെങ്കിൽ മെനക്കാട്ടി അപ്പുറം. ചെക്കൻ ഒന്നും ഇത്രയും പോന്നില്ലേ, ഒരു പണിക്കും പോവില്ല. വരുന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. വാവാ കേറുന്നില്ല. പിന്നെ അല്ല കുഞ്ഞാപ്പൂന്റെ എന്തായാലും ചോദിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ മാളാത്തെ രാവിലെ വന്നതാണ്. മാളാത്ത ഇടയ്ക്ക് വരും. മാളാത്തണ്ട് വരെ നമുക്കല്ല സന്തോഷമാണ്. മാളാത്ത അങ്ങോട്ട് ഇവിടെ ഒന്നും പോകില്ല. മാളാത്തൊക്കെ ഇഷ്ടമുള്ള വരെയൊക്കെ മാളാത്ത വരും. കുഞ്ഞാപ്പൂൻ എന്താ എന്തായാലും സൂചി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ചെക്കെല്ലാം പേടിച്ചിക്കണേ. ചെക്കനോട് ആരൊക്കെ പറഞ്ഞു കൊടുക്കണം, മോശം കയറും പേളൊക്കെ. അതൊക്കെ നമുക്ക് പേടിച്ചിരിക്കണം. എന്തായാലും ഒരു പേടിണ്ടായി. എന്തായാലും നന്നായി. അത് നല്ലതാണ്. ഞാൻ പോകാനും പറ്റില്ല. എപ്പോ നോക്കിയാലും പൂച്ചന്റെ മേലെ കടിച്ചുകൊണ്ടിരിക്കേ. അല്ല എന്നിട്ട് എന്താ കാട്ടുന്നു കുഞ്ഞാപ്പൂ? അവിടെ കിടക്കുന്നുണ്ട്. കേറുണ്ടായില്ലെങ്കിൽ പോയിപ്പോ ഞങ്ങൾക്ക് കുറച്ച് വർത്താനം പറയാണ്ടേ. കുഞ്ഞാപ്പൂന്ന് കാണാൻ വേണ്ടിട്ട് അവിടെ പോയി കണ്ടോ? കാണട്ടെ. പോയി കണ്ടോട്ടാ. നീച്ചിക്കണ അവിടെ കിടക്കുന്നുണ്ടായിട്ട് പോയി കണ്ടോ? നിൽക്കാനും തന്നെ കണ്ടാ നിൽക്കല്ലോ. വെച്ചാലേ അവന്റെ കൂട്ടുകാരനെ പോയോട്ടെ. ഈ ഭാഗത്ത് എന്റെ കുടുംബത്തില് കൊറേ ആൾക്കാരില്ല. ചക്കനൊന്ന് കൊണ്ടാൻ നോക്കിക്കോളെ. കൊറേ ആൾക്കാർ ഗൾഫിലൊക്കെ ഉണ്ട്. ഗൾഫിൽ കൊണ്ടുപോയപ്പോ ആയിഷാത്താന്റെ സ്ഥിതി കേൾക്കണം നിങ്ങള്. ആയിഷാത്താടെ കുറെ ആൾക്കാർ ഗൾഫിലുണ്ടല്ലോ, കുടുംബക്കാരും. ആയിഷാത്താന്റെ ആരോ ഒരു കുടുംബത്തിലെ ഒരു ചെക്ക എന്നും പറയാത്തോ ഒന്ന് ഗൾഫിൽ കൊണ്ടുപോയിക്കോളേന്ന് നിങ്ങളോട് പറയാൻ. പാവല്ലേ കണ്ണല്ലേ വെച്ചിട്ട് ഞാൻ ഓരോ കുടുംബത്തിൽ ചെക്കനെ ഗൾഫിക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോ ചെക്കന്റെ കോല മാറിയത്. ചെക്ക അവിടെ നിൽക്കൂല. എന്തൊരു നല്ല ബന്ധം അവരെ അമ്മില്. ഇപ്പൊ ആ ബന്ധാണ് ഇല്ലാതായി. കുടുംബക്കാര് ഗൾഫിൽ കൊണ്ടുപോയിട്ടില്ല. എന്ന് പറയാ. നാട്ടുകാരെ കൊണ്ടുപോയില്ല, നാട്ടുകാരെ കൊണ്ടുപോയി, ഞങ്ങളെ മക്കളാരും കൊണ്ടുപോയില്ല. ഈ ബന്ധുക്കള് മടിക്കളൊക്കെ മനസ്സിലായി. കാരണം കുടുംബക്കാരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഈ ഗൾഫ് കൊണ്ടുപോയേക്കാണ് കുറ്റം. അതുകൊണ്ടാണ് ആൾക്കാർ മടിക്കണത് കുടുംബക്കാരെ കൊണ്ടാവാന്. അല്ലാതെ ഓരും നന്നാതിരിക്കാൻ വേണ്ടി ആരും ഒന്നും വിചാരിക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കുടുംബക്കാരും കൊണ്ടാവണ്ട. ഉള്ള എന്തെങ്കിലും കിട്ടണതോ ഇല്ലാതോ ആക്കണ്ട. ഉള്ള ബന്ധം നിലനിർത്താനാണ് ഇനി മാളാത്ത വിചാരിക്കണത്. ഇപ്പൊ കണ്ട ആശാദം നടന്ന് കുറേ പറഞ്ഞു. ബന്ധുക്കാരൊക്കെ ആ ഗൾഫിൽ കൊണ്ടുപോയ ചെക്കൻ്റെ അമ്മി ഓനും വാപ്പി എല്ലാവരും ഇവരെ കാണുമ്പോ കുറ്റം പറയാ. എന്റെ മോനെ കൊണ്ടുപോയി കുടുക്കി, എന്റെ മോനെ കൊണ്ടുപോയിട്ട് കഷ്ടപ്പെടുത്തിന്ന് പറയത്ര. ആരെയും കൊണ്ടുപോയി കുടുക്കുക, കഷ്ടപ്പെടുത്തുവോ? നേരെ വേണ്ടി കൊണ്ടുപോകല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് കുടുംബത്തിനൊന്നും വേണ്ട. ദൈവത്തോ ഞാൻ പോകാടി. കൊറേ പെരയിൽ കുറച്ച് പണിയുണ്ട്. പക്ഷെ വെള്ളം കുടിച്ച് വെള്ളമൊന്നും വേണ്ട. പോയിക്കോളെ. വെയിലൊക്കെ അല്ലെങ്കിൽ വെയിലാണ്, നല്ല വെയിലാണ്. നിങ്ങൾ പോയിക്കോളെ. ഇടക്കൊക്കെ കൊണ്ട് വരി. ഞാനോട് വരാം. നിങ്ങൾ കടയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട അങ്ങോട്ടൊക്കെ വരി. ഞാനും വരണ്ട്. എപ്പ വന്ന താത്ത എന്റെ പണിയൊക്കെ അവിടെ നിന്ന് അല്ലെങ്കിൽ ഈ നേരം പൊട്ടുമ്പോ തന്നെ വരില്ല. അതിന് അറിഞ്ഞോളല്ലോ ഒരു പെരയിൽ എന്തൊക്കെ പണിയുണ്ട് എന്നുള്ളത്. ഇത് നേരെ പുലർച്ചെ ആയമായിട്ട് വരൂ. ഈ ഭാഗത്ത് ചായ കുടിച്ച, ഈ ഭാഗത്ത് ചോറുണ്ടായ ഓരോ പെരയിൽ ഒരു പണിയില്ലേ. ഈ രാവിലെ വന്നിട്ട് ഒരു പെരയിൽ എന്തൊക്കെ പണിയുണ്ട് ഈ വരുന്നാലും മനസ്സിലാക്കണ്ടേ ഒന്നില്ലെങ്കിലും. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്റെ പണിയൊക്കെ അവിടെ നിന്നുണ്ടാവും. ഞാൻ പോട്ടെ. അനക്കെ ഒന്ന് പൂച്ചനായിട്ട് കളിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചൂടായിരുന്നു കുഞ്ഞാപ്പോ? ഞാൻ എന്ത് ചെയ്യാനാ വാവാ. ആ പൂച്ചയായിട്ട് ഇങ്ങനെ കളിക്കുമ്പോ ഞാൻ നല്ല രസമല്ലേച്ചിട്ട് അതിനെ പിടിച്ചിട്ട് ഞങ്ങള് പറഞ്ഞു മഴ പറയത്തിട്ടാ. ഞാൻ അതിന്റെ വാലും വന്ന് ഇങ്ങനെ നെക്കി. അപ്പൊ പൂച്ച ആദ്യം നെക്കി. അപ്പൊ നല്ല രസമുണ്ട്.
അപ്പൊ ഞാൻ അതാ അവിടെ കരയില്ല നീ തച്ചു കൊണ്ടു ഞാൻ അപ്പൊ ഒന്നുകൂടി ഞാൻ നെറ്റിട്ടാ അപ്പൊ എന്നെ മാന്തിയതാണ്. അതാണ് ഞാൻ ഇന്നാള് വന്നപ്പോ പൂച്ചനെ ഒക്കെ വെച്ച് കളിക്കണ്ടല്ലോ. അതന്നെയാണ് എന്നോട് പറയാന് ഇന്ന് സൂചി അടിക്കണത്രേ. ഞാൻ ഒരിക്കലും കളിക്കൂല. അല്ല എത്ര ദിവസം സൂചി അടിക്കാനാ പറഞ്ഞ്? ഇന്നടിച്ച് ഇനി നാളെ മറ്റന്നാളാ പിറ്റന്നാളൊക്കെ അടിക്കാണ്ട്. ഇവിടെ ആകെ പൂച്ചന്റെ ശല്യാണല്ലോ. പാവല്ലേ? പാവൊക്കെ തന്നെയാണ്, തിന്നാനൊക്കെ കൊടുക്കണോ. വല്ലാതെ ഒക്കെ വെച്ച് കളിക്കുമ്പോഴാണ് ഈ നഖം തട്ടുന്നത്. അത് വാണിച്ചിട്ട് മാന്തല്ല. അറിയിച്ചാലും ആട്ടിട്ടുണ്ടാവും. പാല് നെക്കിട്ടുള്ളൂ. ആദ്യം പാല് നെക്കിയപ്പോ അപ്പൊ ഞാൻ ഒന്നുകൂടി നെക്കി നോക്കിയതാണ്. മാന്തിയത് വെറുതെ അവിടുന്ന് കരയുണ്ട്. വേദനാക്കുണ്ട്. ഞാൻ വേദനാക്കൂല, പാവല്ലേ. അല്ല അതൊക്കെ പോട്ടെ, ചീനെ കാണാൻ വന്നല്ലേ ചിന്നക്ക് മുന്തിരി അപ്പം കൊണ്ടിറങ്ങി. അനക്ക് കട തുറക്കില്ലല്ലോ. ഒരു അസുഖം പിടിച്ച ആളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ മുന്തിരി അപ്പഴൊക്കെ എല്ലാത്തും കൊണ്ടുപോണ്ടിച്ച് ഒന്നും കൊടുത്തില്ല. ആൾക്കാർ മുന്തിരി തിന്നാൻ പാടില്ല. മുന്തിരി തിന്നെ കൊടുത്തൂടെ എനിക്ക് തിന്നായല്ലോ. മാറിയിട്ടില്ല, അപ്പൊ മാറിയിട്ടാ കൊണ്ടിട്ട്. ഞാൻ കിടക്കട്ടാ, കുറച്ചേരം കിടക്കട്ടെ. ഞാനൊക്കെ മാറിയിട്ട് നമുക്ക് വർത്താനം പറയട്ടാ. നല്ല വേദന ഉണ്ട്. ആയിക്കോട്ടെ. ഇവിടെ അടിച്ചിട്ടു. ആയിക്കോട്ടെ. ശരി.